പ്രിയമുള്ളവരെ, എല്ലാവർക്കും ബെറ്റൂസ് ടോക്സിലേക്ക് സ്വാഗതം. ലോഗോസ് ക്വിസ് 2026 പഠനഭാഗമായ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 9 25ഓളം ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവരും ഇത് നന്നായി കേട്ട് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരിട്ട് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? ഇങ്ങനെ ചോദിച്ചതാര്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി ഫരിസേയർ, സി ജനക്കൂട്ടം. ആൻസർ ഓപ്ഷൻ എ ശിഷ്യന്മാർ. രണ്ടാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകേണ്ടതിന് യേശു നടത്തിയ അത്ഭുതം ഏത്? ഓപ്ഷൻസ്: എ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്, ബി അന്ധനെ സുഖപ്പെടുത്തിയത്, സി ബെത്സദായിലെ രോഗശാന്തി. ആൻസർ ഓപ്ഷൻ ബി അന്ധനെ സുഖപ്പെടുത്തിയത്. മൂന്നാമത്തെ ചോദ്യം: സീലോഹ എന്ന വാക്കിൻ്റെ അർത്ഥം? ഓപ്ഷൻസ്: എ വിശുദ്ധീകരിക്കപ്പെട്ടവൻ, ബി അയക്കപ്പെട്ടവൻ, സി കുളം. ആൻസർ ഓപ്ഷൻ ബി അയക്കപ്പെട്ടവൻ. നാലാമത്തെ ചോദ്യം: 9-ാം അധ്യായത്തിൻ്റെ ശീർഷകം എന്ത്? ഓപ്ഷൻസ്: എ അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്, ബി ആത്മീയ അന്ധത, സി അന്ധനെ സുഖപ്പെടുത്തുന്നു. ആൻസർ ഓപ്ഷൻ സി അന്ധനെ സുഖപ്പെടുത്തുന്നു. അഞ്ചാമത്തെ ചോദ്യം: 9-ാം അധ്യായത്തിൽ 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ എത്ര ക്വസ്റ്റ്യൻ മാർക്കുണ്ട്? ഓപ്ഷൻസ്: എ 10, ബി 8, സി 12. ആൻസർ ഓപ്ഷൻ സി 12. ആറാമത്തെ ചോദ്യം: യേശു അന്ധൻ്റെ കണ്ണുകളിൽ ചെളിയുണ്ടാക്കി പുരട്ടിയിട്ട് എവിടെ പോയി കഴുകാനാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ സീലോഹ, ബി ഗനേസറത്ത് തടാകത്തിൽ, സി കിണറ്റിലെ വെള്ളത്തിൽ. ആൻസർ ഓപ്ഷൻ എ സീലോഹ. ഏഴാമത്തെ ചോദ്യം: മുമ്പ് അന്ധനായിരുന്ന അവനെ അവർ ആരുടെ അടുത്തേക്കാണ് കൊണ്ടുവന്നത്? ഓപ്ഷൻസ്: എ യേശുവിൻ്റെ, ബി ഫരിസേയരുടെ, സി ശിഷ്യന്മാരുടെ. ആൻസർ ബി ഫരിസേയരുടെ. എട്ടാമത്തെ ചോദ്യം: യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻസ്: എ സാബത്ത് ദിവസം, ബി ആഴ്ചയുടെ ആദ്യ ദിവസം, സി ഞായറാഴ്ച ദിവസം. ആൻസർ ഓപ്ഷൻ എ സാബത്ത് ദിവസം. ഒൻപതാമത്തെ ചോദ്യം: അപ്പോൾ ആ അന്ധനോട് വീണ്ടും അവർ ചോദിച്ചു, അവൻ നിന്റെ കണ്ണുകൾ തുറന്നല്ലോ, അവനെപ്പറ്റി നീ എന്താണ് പറയുന്നത്? ഓപ്ഷൻസ്: എ അവൻ ക്രിസ്തുവാണ്, ബി അവൻ മിശിഹ ആണ്, സി അവൻ ഒരു പ്രവാചകനാണ്. ആൻസർ ഓപ്ഷൻ സി അവൻ ഒരു പ്രവാചകനാണ്. പത്താമത്തെ ചോദ്യം: യേശുവിനെ ക്രിസ്തു എന്ന് ആരെങ്കിലും പരസ്യമായി ഏറ്റുപറഞ്ഞാൽ അവനെ എന്തു ചെയ്യാനാണ് യഹൂദർ തീരുമാനിച്ചത്? ഓപ്ഷൻസ്: എ അവനെ ജയിലിലടയ്ക്കാൻ, ബി സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ, സി കല്ലെറിഞ്ഞു കൊല്ലാൻ. ആൻസർ ഓപ്ഷൻ ബി സിനഗോഗിൽ നിന്ന് പുറത്താക്കാൻ. 11ാമത്തെ ചോദ്യം: ദൈവം ഡാഷ് സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം, എന്നാൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ മോശയോട്, ബി ഏലിയായോട്, സി നോഹയോട്. ആൻസർ ഓപ്ഷൻ എ മോശയോട്. 12ാമത്തെ ചോദ്യം: ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ ഡാഷ് ദൈവം ശ്രവിക്കുന്നു. ഓപ്ഷൻസ്: എ പ്രാർത്ഥന, ബി സങ്കടങ്ങൾ, സി ഹൃദയവ്യഥ. ആൻസർ ഓപ്ഷൻ എ പ്രാർത്ഥന. 13ാമത്തെ ചോദ്യം: ദൈവം ഡാഷ് പ്രാർത്ഥന കേൾക്കുകയില്ല. ഓപ്ഷൻസ്: എ ധനവാന്മാരുടെ, ബി പാപികളുടെ, സി അക്രമികളുടെ. ആൻസർ ബി പാപികളുടെ. 14ാമത്തെ ചോദ്യം: 9-ാം അധ്യായത്തിലെ 2ാമത്തെ ശീർഷകം എന്ത്? ഓപ്ഷൻസ്: എ നല്ല ഇടയൻ, ബി യേശു ദൈവപുത്രൻ, സി ആത്മീയ അന്ധത. ആൻസർ സി ആത്മീയ അന്ധത. 15ാമത്തെ ചോദ്യം: അവർ അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. ആരെയാണ് പുറത്താക്കിയത്? ഓപ്ഷൻസ്: എ അന്ധനെ, ബി ഫരിസേയരെ, സി പാപിനിയായ സ്ത്രീയെ. ആൻസർ ഓപ്ഷൻ എ അന്ധനെ. 16ാമത്തെ ചോദ്യം: മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? ഇങ്ങനെ ചോദിച്ചത് ആര്? ഓപ്ഷൻസ്: എ ഫരിസേയർ, ബി യഹൂദർ, സി യേശു. ആൻസർ സി യേശു. 17ാമത്തെ ചോദ്യം:
എന്നാൽ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ ഡാഷ് നിലനിൽക്കുന്നു. ഓപ്ഷൻസ്: എ തിന്മ, ബി പാപം, സി നന്മ. ആൻസർ ബി പാപം. 18-ാമത്തെ ചോദ്യം. 9-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള ഭാഗത്തിൻ്റെ ശീർഷകം എന്ത്? ഓപ്ഷൻസ്: എ ആത്മീയ അന്ധത, ബി ആട്ടിൻകൂട്ടത്തിൻ്റെ ഉപമ, സി അന്ധനെ സുഖപ്പെടുത്തുന്നു. ആൻസർ എ ആത്മീയ അന്ധത. 19-ാമത്തെ ചോദ്യം. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ യേശുവിനെ പ്രണമിച്ചു. വാക്യം എഴുതുക. ഓപ്ഷൻസ്: എ യോഹന്നാൻ 9:38, ബി 9:39, സി 9:36. ആൻസർ ഓപ്ഷൻ എ യോഹന്നാൻ 9:38. 20-ാമത്തെ ചോദ്യം. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി, ബി അവൻ്റെ കണ്ണുകളിൽ പൂശി, സി നിലത്തു തുപ്പി. ആൻസർ ഓപ്ഷൻ സി നിലത്തു തുപ്പി. 21-ാമത്തെ ചോദ്യം. ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നത്? ഇങ്ങനെ പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: എ ഫരിസേയർ, ബി അയൽക്കാർ, സി അയൽക്കാരും അവനെ മുമ്പ് പ്രവാചകനായി കണ്ടവരും. ആൻസർ ഓപ്ഷൻ സി അയൽക്കാരും അവനെ മുമ്പ് പ്രവാചകനായി കണ്ടവരും. 22-ാമത്തെ ചോദ്യം. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. ഇങ്ങനെ പറഞ്ഞത് ആര്? എ ഫരിസേയർ, ബി ഫരിസേയരിൽ ചിലർ, സി യഹൂദർ. ആൻസർ ബി ഫരിസേയരിൽ ചിലർ. 23-ാമത്തെ ചോദ്യം. 9-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 41, ബി 42, സി 40. ആൻസർ ഓപ്ഷൻ എ 41. 24-ാമത്തെ ചോദ്യം. കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായിത്തീരുകയും ചെയ്യേണ്ടതിന് ഡാഷ് ആയിട്ടാണ് ഞാൻ ഈ ഡാഷിലേക്ക് വന്നത്. ഓപ്ഷൻസ്: എ വിധി സ്വർഗം, ഓപ്ഷൻ ബി ന്യായവിധി ലോകം, ഓപ്ഷൻ സി അന്ധകാരം ലോകം. ആൻസർ ഓപ്ഷൻ ബി ന്യായവിധി ലോകം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25-ാമത്തേത്. യോഹന്നാൻ 9:2 ഭാഗത്തിന് സമാനമായ പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻസ്: എ പുറപ്പാട് 20:5, ബി ഏശയ്യ 20:5, സി സങ്കീർത്തനം 20:8. ആൻസർ ഓപ്ഷൻ എ പുറപ്പാട് 20:5. താങ്ക് യു സോ മച്ച്.